ഇന്ന് നമുക്ക് ഈ ചിത്രത്തിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിലൂടെ വൃത്തത്തിനകത്തൊരു സമചതുരം തന്നിട്ടുണ്ട്. ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വശങ്ങളും 4 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം, വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഏരിയയുടെ സമവാക്യം എന്ന് പറയുന്നത്? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് വൃത്തത്തിൻ്റെ ആരം ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ആരം കണ്ടുപിടിക്കണം. അപ്പം ആരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഡയമീറ്റർ, വ്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം, ഡി കണ്ടുപിടിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്രത്യേകമായിട്ട് ഒരു മട്ടത്രികോണം നമുക്കിവിടെ കിട്ടുന്നുണ്ട്, അതായത് 4, 4. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഒരു സമചതുരത്തിൻ്റെ വശവും അതിൻ്റെ ഒരു വികരണവും തമ്മിലുള്ള ബന്ധം. അപ്പോഴങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വികരണം എന്ന് പറയുന്ന ഡി ഈസ് ഈക്വൽ ടു ഡയമീറ്റർ എന്ന് പറയുന്നത് a√2 ആയിരിക്കും. ഈ എ എന്ന് പറയുന്നത് നമുക്കിവിടെ വശമാണ്, അതായത് സൈഡാണ്, അതായത് സ്ക്വയറിൻ്റെ സൈഡ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്ററാണ്. അപ്പം 4√2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ, ഡയഗണൽ. റേഡിയസ് ഈസ് ഈക്വൽ ടു 4√2/2. അപ്പോൾ ഡയമീറ്ററിൻ്റെ പകുതിയാണെന്ത്? വൃത്തത്തിൻ്റെ ആരം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എത്രയാണ്? 2√2 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് റേഡിയസ്. അപ്പോൾ നമുക്കിവിടെ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ആറിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇവിടെ 2√2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു 2√2 ഇൻറ്റു 2√2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് കിട്ടും 224 ഇൻറ്റു √2 ആകുമ്പോൾ 2 കിട്ടും, ഇൻറ്റു പൈ വരും, സമം 8 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വൃത്തത്തിൻ്റെ പരപ്പളവ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതായത് √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും 2 കിട്ടും. അതാ. അപ്പോൾ നമുക്ക് വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. ഇതേ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വൃത്തത്തിനകത്തുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നു കഴിഞ്ഞാൽ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ ഡയഗണൽ, അതായത് ഡയഗണൽ കണ്ടുപിടിക്കുക. അത് വൃത്തത്തിൻ്റെ എന്തായിരിക്കും? വ്യാസമായിരിക്കും.